ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചീരക്കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തുവരപ്പരിപ്പ് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 പച്ചമുളക്, ഒരു തക്കാളി നുറുക്കിയതും, 4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച ചീരയും കൂടി ചേർത്ത് നമുക്ക് ഒരു 5 വിസിലടുപ്പിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചീര ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ചട്ടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മത്ത് വെച്ച് കടഞ്ഞെടുക്കാം. ഇതൊരു തമിഴ്നാട് ഡിഷ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അവർ ഇതുപോലെയാണ് ചെയ്യുക. നമുക്ക് ഈ ചട്ടി മത്തില്ലെങ്കിൽ ഈ കുക്കറിൽ വെച്ച് തന്നെ ഒരു കയ്യിൽ വെച്ച് ഉടച്ചെടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൂടാറിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ നമ്മളുടെ ചീര ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ കുറച്ച് കടുകിട്ട് കൊടുത്തു. അത് പൊട്ടി വരുമ്പോൾ ഒരു 4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി ഒരു നുള്ള് പെരുങ്കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ചീരക്കറി ആണിത്. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.